ഗുഡ് മോർണിംഗ് കേരളം ഇനി അതിഥികളിലേക്ക് പോവുകയാണ്. രണ്ട് കുട്ടി പ്രതിഭകളാണ് ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥികളായി നമുക്കൊപ്പം ചേരുന്നത്. 1983 എന്ന എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത പുതിയ ചിത്രം വലിയ തോതിലുള്ള വരവേൽപ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ആ സിനിമയിൽ വളരെ നിർണായകമായ പങ്കാളിത്തം വഹിച്ച രണ്ട് കൊച്ചു കലാകാരന്മാർ, ഒരു മിടുക്കിയും ഒരു മിടുക്കനും ആണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ നിന്ന് അതിഥികളായി ചേരുന്നത്. ആദ്യം റുഷിൽ ജോൺ ആണ്, രണ്ടാമത് അലീറ്റ ഡെന്നിസ് ആണ്. റുഷിൽ ജോൺ നിവിൻ പോളിയുടെ കുട്ടിക്കാലം വളരെ മനോഹരമാക്കി സിനിമയിൽ അവതരിപ്പിച്ച മിടുക്കൻ അല്ലേ. അലീറ്റയാണ് ചിത്രത്തിൽ രണ്ട് പാട്ടുകൾ പാടിയിട്ടുള്ളത്. ഓലഞ്ഞാലി കുരുവി എന്ന ഗാനമല്ലാതെ മറ്റു രണ്ട് പാട്ടുകൾ, നെഞ്ചിലെ, പിന്നെ ഓലക്കം ചുവടുമായി പിച്ചവെച്ച് എന്ന ഗാനം. എന്തായാലും രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇച്ചിരി ടെൻഷനുണ്ട് രണ്ടാളുടെയും മുഖത്ത് അല്ലേ. നമുക്കതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഇപ്പം നിങ്ങൾ രണ്ടുപേരും പഴയ അലീറ്റയോ പഴയ റുഷിൽ ജോണോ ഒന്നുമല്ല. നിങ്ങൾ വലിയ ആളുകളാണ്, വലിയ താരങ്ങളും വലിയ ഗായകരും ഒക്കെയാണ് അല്ലേ. കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു ചിത്രം കണ്ടിട്ട്? എല്ലാവരും കണ്ടോ സിനിമ? എല്ലാവരും കണ്ടിട്ടില്ല, ചിലവരൊക്കെ കണ്ടിട്ട് നല്ലതാന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ആ ഓലഞ്ഞാലി കുരുവി എന്ന പാട്ടിൽ റുഷിലിന്റെ ഒരു പെർഫോമൻസ്, അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? കളിയാക്കിയതേ ഉള്ളൂ, നല്ല ആക്ടിങ് ആന്നൊക്കെ പറഞ്ഞു അല്ലേ. ഷൈൻ ചേട്ടൻ എന്ത് പറഞ്ഞു? എബ്രിഡ് ഷൈൻ സംവിധായകൻ കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞു അല്ലേ. അലീറ്റ വളരെ മനോഹരമായി പാടി രണ്ട് പാട്ടുകൾ, നെഞ്ചിലെ എന്ന പാട്ടും ഓലക്കം ചുവടുമായി എന്ന പാട്ടും. രണ്ടും കേട്ടവരൊക്കെ എന്ത് പറഞ്ഞു ആ പാട്ടുകളെ കുറിച്ചിട്ട്? നല്ല പാട്ടായിരുന്നു പറഞ്ഞു. പിന്നെ സ്പെഷ്യലി നെഞ്ചിലെ എന്നുള്ള പാട്ട് എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടമായി. ടൈറ്റിൽ സോങ് ആണ് അല്ലേ. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ആദരം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. സച്ചിനെ ഇഷ്ടമാണോ? സച്ചിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളു അല്ലേ. അല്ലേ, സച്ചിൻ ഒരു മെസ്സേജ് അയച്ചു അലീറ്റയ്ക്ക് ഈ പാട്ട് യൂട്യൂബിൽ കേട്ടിട്ട്. എന്തായിരുന്നു ആ മെസ്സേജ്? മെസ്സേജ് എൻ്റെ വോയിസ് നല്ലതാണ്, പിന്നെ ഈ പഠിത്തത്തിൻ്റെ കൂടെ സിംഗിങ്ങും കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കുറെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കണം അല്ലേ. അതൊരു വലിയ ബഹുമതിയാണ് അല്ലേ. ഇനിയിപ്പോൾ ആ പാട്ടിന് ആരെങ്കിലും എന്തെങ്കിലും അവാർഡ് തന്നാൽ പോലും അതിനേക്കാളൊക്കെ കവച്ചു വയ്ക്കുന്നതാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ ആ മെസ്സേജ് അല്ലേ. നമുക്ക് എന്തായാലും റുഷിൽ ജോണിൻ്റെ പെർഫോമൻസ് സിനിമയിൽ ആ പാട്ടിൽ ഓലഞ്ഞാലി കുരുവിയിൽ നമുക്കതൊന്ന് കണ്ടിട്ട് വേഗം സംഭാഷണത്തിലേക്ക് മടങ്ങിയെത്താം. റുഷിൽ ഒരു കള്ളനോട്ടമൊക്കെ ഉണ്ട് ഈ പാട്ട് സീനിൽ അല്ലേ. മഞ്ജുള ശശിധരനൊക്കെ ഉണ്ടോ സ്കൂളിൽ? ഇല്ല. കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു ആ കള്ളനോട്ടവും നാണവും പ്രേമവും ഒക്കെ കണ്ടിട്ട്? കളിയാക്കിയതൊക്കെ ചെയ്തു, എല്ലാവരും കളിയാക്കി അല്ലേ. പിന്നെ ആ നെഞ്ചിലെ എന്നുള്ള പാട്ട് വളരെ ഹിറ്റാണ്, യൂട്യൂബിലൊക്കെ ഹിറ്റാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു അല്ലേ. അലീറ്റ ഒന്ന് പാടാമോ? നെഞ്ചിലേ നെഞ്ചിലേ ഓരോ ഇന്ത്യൻ എന്നും പാടും പാട്ടിൻ താളം എൻ്റെ നെഞ്ചിലേ. നെഞ്ചിലേ നെഞ്ചിലേ ഓരോ ഇന്ത്യൻ എന്നും പാടും പാട്ടിൻ താളം എൻ്റെ നെഞ്ചിലേ. എത്ര വർഷമായി സംഗീതം പഠിക്കുന്നു അലീറ്റ? ഞാൻ 3 വയസ്സിൽ തുടങ്ങി സംഗീതം പഠിക്കാൻ തുടങ്ങിയതാ. ഇപ്പൊ 8 വർഷമായി പഠിച്ചു. യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം അല്ലെ സിനിമയിൽ പാടാൻ? നേരത്തെ ആൽബങ്ങളിലൊന്നും പാടിയിട്ടില്ല. ഗാനമേളയ്ക്കൊക്കെ പാടിയിട്ടുണ്ട്. എങ്ങനെയാണ് 1983 ഒരു കടന്നുവരവ്? ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരുന്നു. പെട്ടെന്ന് എനിക്ക് ഒരു ട്രാക്ക് പാടാൻ ഒരു കോൾ വന്നു. പോയി പാടി തിരിച്ചു വന്നപ്പോൾ വളരെ സന്തോഷമായി. പിന്നെ ഒക്ടോബറിൽ എന്നെ ഒറിജിനൽ പാടാൻ വിളിച്ചു. ശങ്കർ മഹാദേവിനൊപ്പം ഗോപി സർ പാടി, ഞാനും പിന്നെ മ്യൂസിക് ഡയറക്ടർ ഗോപി സർ തന്നെയാണ്. അതൊരു വലിയ അംഗീകാരമാണ് കേട്ടോ. ശങ്കർ മഹാദേവന്റെ കൂടെ ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് പാടുകയാണോ ഉണ്ടായത്? അത് വേറെ റെക്കോർഡ് ചെയ്തു അല്ലേ? ശങ്കർ മഹാദേവൻ ഈ പാട്ട് കേട്ടിരുന്നോ? വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഗോപി അങ്കിൾ എന്ത് പറഞ്ഞു? നല്ലോണം പാടിയിട്ടുണ്ട്, കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞു. അതെ അല്ലേ. നമുക്ക് എന്തായാലും ആ പാട്ടൊന്ന് കേൾക്കാം. റുഷിൽ മേഖല സിനിമയല്ല അല്ലേ, ടെന്നീസിൽ അണ്ടർ 12
സ്റ്റേറ്റ് ചാമ്പ്യൻ ആണ് റുഷിൽ അല്ലേ? എത്ര വയസ്സ് മുതൽ ടെന്നീസ് കളിക്കുന്നു? 2 വർഷമായിട്ടുണ്ടോ? 2 വർഷമായിട്ട് ടെന്നീസ് കളിക്കുന്നുണ്ടല്ലേ? ഈ ടെന്നീസിൽ നിന്ന് സിനിമയിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു? വളരെ പെട്ടെന്ന് യാദൃശ്ചികമായിട്ടായിരുന്നു? അല്ല, ഞാനിങ്ങനെ RSCയിൽ ഒരു സ്പോർട്സ് സെൻറ്റർ, അവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഷൈനങ്കിൾ എന്നെ വിളിച്ച് എൻ്റെ അപ്പൻ്റെ നമ്പറൊക്കെ എടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇച്ചിരി നിവിൻ പോളിൻ്റെ ചായ ഒക്കെ ഉണ്ട്, അപ്പോൾ സിനിമയിൽ ആക്ട് ചെയ്യാൻ. അങ്ങനെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അങ്ങനെ തോന്നിയോ ഞാനൊരു കൊച്ചു നിവിൻ പോളിയാണെന്ന് തോന്നിയോ? അറിയില്ല. ഷൈനങ്കിൾ പറഞ്ഞപ്പോൾ പോയി നോക്കിയിട്ടുണ്ടാവും, അപ്പോൾ തോന്നിയിട്ടുണ്ടാവും അല്ലേ? എന്നിട്ട് എങ്ങനെയൊക്കെയാണ് അഭിനയിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഷൈനങ്കിൾ തന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ റുഷിൽ എന്തായാലും മഞ്ജുള ശശിധരനെ പോലെ ഉള്ളൊരു ക്യാരക്ടറൊന്നും സ്കൂളിലില്ല, അങ്ങനെയുള്ളൊരു പ്രണയമൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ അഭിനയിക്കണം എന്ന് ഷൈനങ്കിൾ പറഞ്ഞപ്പോൾ എന്ത് തോന്നി? എൻ്റെ അടുത്ത് ചോദിച്ചു ഏത് ഹിന്ദി ആക്ട്രസിനെ ഇഷ്ടം. ഞാൻ പറഞ്ഞു കട്ടീനൊക്കെ, അതിനെ ചിന്തിച്ചിട്ട് ആക്ട് ചെയ്താൽ മതി. ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ സിനിമ ഇപ്പോ ഇരിക്കുമ്പോ തന്നെ ടെൻഷൻ ഉണ്ട്, അപ്പൊ അഭിനയിക്കുന്ന കാര്യം പറയണ്ടല്ലോ അല്ലേ? എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോ എന്ത് പറഞ്ഞു ഷൈനങ്കിൾ? കൺഗ്രാജുലേഷൻസ്, നല്ലപോലെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതെ അല്ലേ? ഇപ്പൊ അങ്ങനെ സ്വയം തോന്നുന്നുണ്ടോ ഞാൻ നന്നായി അഭിനയിച്ചു? അങ്ങനെ സിനിമ എവിടെ പോയി കണ്ടേ? പത്മ ആദ്യം, പിന്നെ ഞങ്ങള് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പോയി ഓബ്രോണിൽ പോയി കണ്ടു. എല്ലാവരും കൂടി സംഘമായി പോയി കണ്ടു അല്ലേ? അപ്പൊ തിയേറ്ററിൽ പോയപ്പോ ഈ കക്ഷിയാണെന്നൊക്കെ ആളുകൾ തിരിച്ചറിയുന്നുണ്ടോ? ഞാനിങ്ങനെ മുഖമൊക്കെ ഒളിപ്പിച്ചിട്ട് കുറച്ച് നാണം ഉണ്ട് അല്ലേ? എത്ര ടേക്ക് എടുത്തു അന്ന് അഭിനയിക്കുമ്പോ? അറിയില്ല, ഒരു 10 ടേക്ക് ഒക്കെ. അതെ അല്ലേ? എന്തായാലും ഓക്കെ ആയി അല്ലേ? അലീറ്റ കണ്ടോ സിനിമ? കണ്ടില്ലേ? എന്ത് തോന്നിന്നു റുഷിലിന്റെ അഭിനയം കണ്ടിട്ട്? നല്ല അഭിനയായിരുന്നു. അതെ അല്ലേ? അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ അലീറ്റയ്ക്ക്? 1983 നെഞ്ചിലെ എന്നുള്ള പാട്ടാണല്ലേ? ഓലഞ്ഞാലി കുരുവിയും യൂട്യൂബിൽ വലിയ ഹിറ്റാണ്. ജയേട്ടനും അല്ലേ വാണി ചേറാമുമാണ് പാടിയിട്ടുള്ളത്. ആ പാട്ടൊന്ന് നമുക്ക് മറ്റേ ഓലക്കം ചുവടുമായി എന്നുള്ള പാട്ടൊന്ന് പാടി നോക്കിയാലോ? ഓലക്കം ചൂടുമായി പിച്ച വെച്ചെടുത്തു വാ, നീ പാടുവാൻ പാട്ടുമായി കൂട്ടുകൂടുവാൻ വരാം. ആകാശത്തുമ്പിയായി ചുറ്റുവന്ന് വട്ടമിട്ട് പാറിവാ, നീ മാരിവിൽ പൂവിലെ തേനുമായി ഞാൻ വരാം. സ്കൂളിലൊക്കെ പാടാറുണ്ടോ? പാടാറുണ്ട്. ആരുടെയൊക്കെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം? ഞാനിപ്പോ ശ്രേയാ ഘോഷാലിന്റെ പാട്ട് ഇഷ്ടമാണ്. അപ്പോൾ വേറെ ആളാണ് മൂവിയിൽ പാടിയിരിക്കുന്നത്, സഹീർ എന്ന് പറയുന്ന മൂവിയിൽ പാടിയിരിക്കുന്നത്. പക്ഷെ യൂട്യൂബിൽ ശ്രേയാ ഘോഷാൽ അഗർ തും മിൽ ജാവോ എന്ന് പറയുന്ന ഒരു പാട്ട് പാടിയിട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. ശ്രേയയുടെ ആ പാട്ടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? അത് പാടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കേൾക്കാം നമുക്ക്. അഗർ തും മിൽ ജാവോ ज़माना छोड़ देंगे हम, अगर तुम मिल जाओ ज़माना छोड़ देंगे हम, तुम्हें पाकर ज़माने भर से रिश्ता तोड़ देंगे हम, अगर तुम मिल जाओ ज़माना छोड़ देंगे हम, अगर तुम मिल जाओ ज़माना छोड़ देंगे हम. എന്തായാലും രണ്ടുപേർക്കും വലിയ ഭാഗ്യമുണ്ട് അല്ലേ? സിനിമയിൽ ആദ്യമായാണ് 1983 എന്ന ചിത്രം. പക്ഷെ ചിത്രം വലിയ സൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങുകയാണ് അല്ലേ? 2 പാട്ടുകൾ പാടാൻ അലീറ്റയ്ക്ക് അവസരം കിട്ടുകയുണ്ടായി. ഇനിയുള്ള ചിത്രങ്ങളിൽ പാട്ടുകൾ പാടാനുള്ള അവസരം തേടിയെത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള കോളുകൾ വരികയുണ്ടായോ ഈ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം? കോളുകൾ അങ്ങനെ വന്നിട്ടില്ല. എന്നാലും ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റിലൊക്കെ പാടാൻ വന്നു, പക്ഷെ അതിന്റെ ലിറിക്സ് റെഡി ആയിട്ടില്ല. അതെ അല്ലേ? എന്തായാലും ഇനിയും അവസരങ്ങൾ തേടിയെത്തട്ടെ. എല്ലാവിധ ആശംസകളും 2 പേർക്കും നേരുകയാണ്. തുടർന്നും ഈ കരിയറിൽ മുന്നോട്ട് പോകാൻ നല്ല അവസരങ്ങൾ തേടിയെത്തട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാ ആശംസ. ഗുഡ് മോർണിംഗ് കേരളം വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.